കേരളത്തിൽ ഭരണമാറ്റം ഉണ്ടാകുമ്പോൾ ആ ഭരണമാറ്റത്തിൻ്റെ ആദ്യ കാഹളം അത് താന്നൂരിൽ നിന്ന് മുഴങ്ങും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഏതെങ്കിലും ഘട്ടത്തിൽ ഏതെങ്കിലും വ്യാജ പ്രചരണമോ കള്ളപ്രചരണമോ അല്ലെങ്കിൽ ഒരു AI ടൂൾ ഉപയോഗിച്ചുള്ള ഏതെങ്കിലും കൃത്രിമമായ പ്രവർത്തനമൊക്കെ നടത്തിയാൽ അതുകൊണ്ട് വോട്ട് കിട്ടുമെന്ന് ഇടതുപക്ഷവും ഈ CPM ഒക്കെ ഇപ്പോഴും വിചാരിക്കുന്നുവെങ്കിൽ അത് മടയന്മാരുടെ ലോകത്താണ് അവരുള്ളത് എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. താനൂരിലെ UDF സ്ഥാനാർത്ഥി PK നവാസാണ് എനിക്കൊപ്പം. താനൂരിലേക്ക് PK നവാസ് എത്തുമ്പോഴേ മന്ത്രിയെ നേരിടാൻ ഗോദയിലേക്ക് PK നവാസ് എന്നുള്ളതായിരുന്നു ടാഗ് ലൈൻ ഉണ്ടായിരുന്നു. ഇവിടെ എത്തിയപ്പോൾ മന്ത്രിയില്ല, എന്ത് തോന്നുന്നു? അല്ല, ഞങ്ങളെ സംബന്ധിച്ച് UDFൻ്റെ സ്ഥാനാർത്ഥിയായി വന്നതാണ്. അപ്പുറത്ത് ആരായാലും മത്സരിക്കുക എന്നുള്ളതാണ്. മന്ത്രിയാണോ അല്ലെങ്കിൽ മറ്റാരെങ്കിലാണോ എന്നുള്ളതല്ല. UDFനെ സംബന്ധിച്ച് കേരളത്തിലുടനീളം ഒരു ട്രെൻഡുണ്ട്. ആ ട്രെൻഡിൻ്റെ ഭാഗമായി താന്നൂരിലും ഒരു ഭരണമാറ്റത്തിൻ്റെ ശബ്ദമുണ്ട്. ആ ശബ്ദത്തിന് കാതോർക്കാൻ വേണ്ടി ആവേശത്തോടുകൂടി കാത്തിരിക്കുകയാണ് താന്നൂരിലെ ജനങ്ങൾ. പക്ഷെ ഇപ്പോൾ ഒരു ക്രിക്കറ്റിൽ മറ്റേ കളിച്ച പോലെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉണ്ടല്ലോ. ഇവിടേക്ക് വരുമ്പോഴും ആ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉണ്ട്. സ്പോർട്സ് മന്ത്രിയായിരുന്നു എതിരാളിയായിട്ടുണ്ടായിരുന്നത്. ഗോദയിൽ നല്ല ഫൈറ്റ് പ്രതീക്ഷിച്ചിരുന്നു. ഇപ്പോൾ ആ ഫൈറ്റ് ഉണ്ടോ? അല്ല, തിരഞ്ഞെടുപ്പിന് ഒരിക്കലും നമ്മൾ അങ്ങനെ വില കുറച്ച് കാണുന്നില്ല. എതിരാളി ആരായാലും തിരഞ്ഞെടുപ്പാണ്. കാരണം ജനങ്ങളുടെ ഹൃദയത്തിലാണ് അവരുടെ വോട്ട് തീരുമാനങ്ങളുള്ളത്. അപ്പോൾ അതിനെ വളരെ മൂല്യവത്തായി തന്നെ കാണുന്നു. അതിനൊരു ഒട്ടും സ്പിരിറ്റ് കുറയുന്നില്ല. എതിരാളി ആരാണ് എന്നുള്ളതല്ല, നമ്മൾ ആരോടാണ് വോട്ട് ചോദിക്കുന്നതാണ് പ്രധാനം. വോട്ട് തരാനിരിക്കുന്ന ജനങ്ങളെ മൂല്യവത്തായി കാണുക എന്നുള്ളതാണ്. മന്ത്രി മാറിയതിനെക്കുറിച്ച് എന്താ അഭിപ്രായം? മന്ത്രി ഈ താനൂരിൽ തന്നെ മത്സരിച്ച് ജയിക്കേണ്ടിയിരുന്ന ഒരു തവണ കൂടി എന്ന് തോന്നിയില്ലേ? അല്ല, ആ ചോദ്യം ഇവിടുത്തെ ജനങ്ങൾക്കിടയിലുണ്ട്. എന്തിനാണ് അദ്ദേഹം മാറിയത്? ജനങ്ങൾക്കിടയിലൊരു ചോദ്യമാണ്. 10 വർഷക്കാലമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആൾ മലപ്പുറം ജില്ലയിലെ 16 മണ്ഡലങ്ങളിൽ ഈ ഒരു മണ്ഡലത്തിൽ മാത്രം മന്ത്രിയുള്ളൊരു ഘട്ടത്തിൽ അദ്ദേഹത്തിന് സവിശേഷമായി ഈ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു പോകാനുള്ള സാഹചര്യം ഉണ്ടാകണമായിരുന്നു. പക്ഷേ അതില്ല എന്നതുകൊണ്ടാണ് അദ്ദേഹം ഇവിടുന്ന് മാറിപ്പോകേണ്ടി വന്നത്. തീർച്ചയായും അത് UDFന് അനുകൂലമായൊരു സാഹചര്യമാണ്. 10 വർഷം മുമ്പ് തുടങ്ങി വെച്ച വികസനങ്ങളെ ഒരടി പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ മണ്ഡലത്തിൽ സാധ്യമായിട്ടില്ല. ഓരോന്നെടുത്ത് പരിശോധിക്കും നിങ്ങൾ. ഈ മണ്ഡലത്തിൻ്റെ വിദ്യാഭ്യാസ ഉപരെടുത്ത് പരിശോധിച്ചാൽ ഉമ്മൻചാണ്ടി കൊടുത്ത ഗവൺമെൻറ് കോളേജ് താൽക്കാലിക കെട്ടിടത്തിൽ നിൽക്കുന്നതിനപ്പുറത്തേക്ക് പുതിയൊരു കാൽവെപ്പ് വെക്കാൻ 10 വർഷം കൊണ്ട് സാധ്യമായിട്ടില്ല. ഇപ്പോൾ നമ്മളൊരു കളിഗ്രൗണ്ടിലാണുള്ളത്. ഇവിടുത്തെ കായിക ഭൂപടം എടുത്ത് പരിശോധിച്ചാൽ ഇപ്പോൾ ഈ കളിക്കുന്ന കുട്ടികളൊക്കെ പാടത്ത് കളിക്കുകയാണ്. ഇവർ കളിക്കാൻ കൃത്യമായൊരു ഗ്രൗണ്ട് ഈ പ്രദേശത്തില്ല. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു സ്പോർട്സ് അക്കാഡമി ഈ മണ്ഡലത്തിലോ ഈ പ്രദേശത്തോ ഇല്ല. അപ്പോൾ അത് കായിക മേഖലയിൽ ഒരു ശൂന്യതയുണ്ട്. മാത്രമല്ല, നിങ്ങളിവിടെ പോകുമ്പോൾ ഓരോ വീടിൻ്റെ മുകളിൽ കറുത്ത പൈപ്പ് കാണാം. അത് കുടിവെള്ളത്തിൻ്റെ പൈപ്പാണ്. കുടിവെള്ളത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു വലിയ ജനവിഭാഗമാണ് ഈ നിയോജകമണ്ഡലത്തിലുള്ളത്. അപ്പോൾ അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ നിഷേധിക്കപ്പെട്ടൊരു ജനതയാണ് കഴിഞ്ഞ 10 വർഷക്കാലമായി താന്നൂരിലെ ജനങ്ങൾ. അപ്പോൾ അവർക്ക് നിഷേധിക്കപ്പെട്ട ആ അവകാശങ്ങളെ തിരിച്ചു കൊണ്ടുവരികയും എന്നാൽ 2026 മുതൽ 30 വരെ എന്ന് പറയുന്ന ആധുനിക കാലത്തിൻ്റെ ഒരു കാലത്ത് അതിനോടൊപ്പം സഞ്ചരിക്കാൻ സ്വപ്നങ്ങൾക്ക് ചിറകടിച്ചുയരാൻ കഴിയുന്ന രൂപത്തിലേക്ക് അവരുടെ ചിറകളായി മാറുക എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ മന്ത്രിയാണ് താനൂരിൽ എന്നുള്ളത് നവാസിനൊരു ഗുണമായിട്ടുണ്ട്. കാരണം നവാസിനെ പോലെ MSFൻ്റെ സംസ്ഥാന പ്രസിഡന്റിനെ താനൂരിൽ ഇറക്കാൻ ഇവിടെ ഒരു മന്ത്രി സ്ഥാനാർത്ഥി ആയതുകൊണ്ട് ഒരു ഫൈറ്റർ ഇറക്കാൻ തീരുമാനിച്ചല്ലേ ലീഗ്? അല്ല, അത് പാർട്ടി അങ്ങനെ കണ്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ പാർട്ടിയോട് ചോദിക്കേണ്ടതാണ്. എന്തായാലും നമ്മളെ സംബന്ധിച്ച് പാർട്ടി നൽകുന്ന അസൈൻമെൻറ്റ് തീർക്കുക എന്നുള്ളതാണ്. പാർട്ടി ഇത്തവണ ഏൽപ്പിച്ച അസൈൻമെൻറ്റ് താന്നൂരിലാണ്. ആ അസൈൻമെൻറ്റ് പൂർത്തീകരിക്കുക എന്നുള്ളതാണ്. അത് അപ്പുറത്ത് ആരായാലും ആ അസൈൻമെൻറ്റ് വിജയകരമായി പൂർത്തീകരിക്കാൻ കഴിയും. അത് UDF സദാ സജ്ജമായി അതിന് നിൽക്കുകയാണ്. UDFൻ്റെ എല്ലാ പ്രവർത്തകന്മാരും വലിയ ആവേശത്തിലാണ്. കേരളത്തിൽ ഭരണമാറ്റം ഉണ്ടാകുമ്പോൾ ആ ഭരണമാറ്റത്തിൻ്റെ ആദ്യ കാഹളം അത് താന്നൂരിൽ നിന്ന് മുഴങ്ങും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പര്യടനത്തിൻ്റെ ആദ്യഘട്ടം പൂർത്തിയാകുമ്പോൾ എന്തൊരു ആത്മവിശ്വാസത്തിലാണ്? തീർച്ചയായും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞങ്ങൾ ആദ്യം ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. അത് കഴിഞ്ഞ് 4 ദിവസം കഴിഞ്ഞാണ് ഞങ്ങൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത്. ഞങ്ങളിവിടെ വന്നപ്പോൾ സ്ഥാനാർത്ഥിയില്ല. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് സ്ഥാനാർത്ഥിയെ അവർ പ്രഖ്യാപിച്ചു. അവർ ചിഹ്നം തിരഞ്ഞെടുത്തു. കുറച്ച് കഴിഞ്ഞ് അവർ ചിഹ്നം മാറി. ആ ചിഹ്നം ഒഴിവാക്കി പുതിയ ചിഹ്നം കണ്ടെത്തുന്നു. അപ്പോൾ അവർ കൺഫ്യൂഷനുകളിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇരുട്ട് തപ്പുകയാണ് ഇടതുപക്ഷം. ഞങ്ങളെ സംബന്ധിച്ച് വളരെ കൃത്യമായൊരു പൊളിറ്റിക്കൽ സ്റ്റാൻഡുണ്ട്. കേരളത്തിൻ്റെ പതിവിൽ നിന്ന് വിപരീതമായൊരു പ്രതിപക്ഷം, ബദലുകൾ പറയുന്നൊരു പ്രതിപക്ഷം. അതാണ് VD സതീശൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ മുന്നോട്ട് വെച്ചത്. കായിക രംഗത്ത് പ്രശ്നമുണ്ടോ, കലാരംഗത്ത് പ്രശ്നമുണ്ടോ, ആരോഗ്യരംഗത്ത് പ്രശ്നമുണ്ടോ, ആ പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുക മാത്രമല്ല, ആ പ്രശ്നങ്ങൾക്ക് ഞങ്ങളുടെ കയ്യിൽ പരിഹാരമുണ്ട് എന്ന് പറഞ്ഞാണ് ഇത്തവണ UDF ഈ പ്രതിപക്ഷം തിരഞ്ഞെടുപ്പിലേക്ക് വരുന്നത്. അതിൻ്റെ ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. അതിൻ്റെ പ്രതീക്ഷയും ജനങ്ങളിലുമുണ്ട്. കാരണം UDFൻ്റെ പ്രതിനിധി എന്ന രീതിയിൽ ജനങ്ങൾ ആ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്നത്. ഈ അവസാനം ഇന്ദിരാ ഗ്യാരണ്ടി ഉൾപ്പെടെ ഞങ്ങൾ പറയുന്ന ഗ്യാരണ്ടി നടപ്പിലാക്കാത്ത ഗ്യാരണ്ടിയല്ല. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് പാർട്ടി നടപ്പിലാക്കി വിജയിച്ച ഗ്യാരണ്ടിയെയാണ് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന UDF പ്രഖ്യാപിക്കപ്പെടുന്നത്. അപ്പോൾ അതിനൊരു എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളാണ് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ അത് പ്രാക്ടിക്കലാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യമാണ്. അപ്പോൾ പ്രാക്ടിക്കലായി വരുമെന്ന് പ്രതീക്ഷയുള്ള ആളുകളെന്ന രീതിയിൽ വലിയ സ്വീകാര്യതയാണ് ജനങ്ങൾക്കിടെ കിട്ടുന്നത്. MSFൻ്റെ സംസ്ഥാന അധ്യക്ഷനാണ് കളത്തിലുള്ളത്. KSUവിൻ്റെ സംസ്ഥാന അധ്യക്ഷനില്ല, സംസ്ഥാന ഭാരവാഹികളില്ല. SFIൻ്റെയും സംസ്ഥാന അധ്യക്ഷനില്ല, സംസ്ഥാന ഭാരവാഹികളാരും മത്സരരംഗത്തില്ല. എങ്ങനെയാണ് ലീഗ് തന്ന ഈ അവസരത്തെ കാണുന്നത്? അല്ല, അതൊക്കെ അത് പാർട്ടികളുടെ ആഭ്യന്തര കാര്യമാണ്. ഇപ്പോൾ MSFൻ്റെ സംസ്ഥാന അധ്യക്ഷന്മാർ കഴിഞ്ഞ 10-30 കൊല്ലം കളത്തിലുണ്ടായിരുന്നില്ല. അത് ആദ്യമായി കളത്തിലേക്ക് ഒരു അവസരം കിട്ടുകയാണ്. അത് പാർട്ടി വിന്നബിലിറ്റി പല മാനദണ്ഡങ്ങളുണ്ട് സ്ഥാനാർത്ഥിയാക്കുന്നില്ല. ഇപ്പോൾ പാർട്ടിയുടെ ഒരു കരുത്തനായ ഒരു നേതാവായി ഒരാൾ നിൽക്കുകയാണെങ്കിൽ അയാൾ ഇലക്ഷനിൽ മത്സരിച്ചോളം നിർബന്ധമൊന്നുമില്ല. എന്നാൽ ഇലക്ഷനിൽ മത്സരിക്കാവുന്ന ഒരാൾ പാർട്ടിയുടെ നേതാവായിരിക്കണം നിർബന്ധമില്ല. അത് രണ്ട് മാനദണ്ഡങ്ങളാണ്.
സ്വാഭാവികമായിട്ട് പാർട്ടി അത്തരം മാനദണ്ഡങ്ങൾ പരിശോധിച്ചാണ് ഇത്തവണത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയിട്ടുണ്ടാവുക. സവിശേഷമാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ 27 സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിച്ചപ്പോൾ ആ 27 സ്ഥാനാർത്ഥികളും വിന്നബിലിറ്റിയുടെ കാര്യത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നു എന്നതാണ് ഇത്തവണത്തെ ഞങ്ങളുടെ സവിശേഷത. അതുകൊണ്ട് തന്നെ ഏറ്റവും മികച്ച ഒരു പട്ടിക പ്രഖ്യാപിച്ചു. അതുകൊണ്ട് തന്നെ ചരിത്രത്തിൽ ഏറ്റവും മികച്ചൊരു വിജയം മുസ്ലിം ലീഗ് പാർട്ടിക്കുണ്ടാവും. ഈസി വാക്ക് ഓവർ ആണെന്ന് കരുതുന്നില്ല, വെറുതെ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എതിർപക്ഷത്തു നിന്ന് വരുന്ന വിമർശനങ്ങൾ ഇപ്പോൾ വന്നതിൽ വെച്ച് കാര്യമായിട്ട് എന്തെങ്കിലും വിമർശനം വന്നായി തോന്നി? അല്ല, വിമർശനങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ ഏതെങ്കിലും തരത്തിൽ ഇകഴ്ത്തി കാണിക്കാൻ കഴിയുമോ അതിൻ്റെ ആയുധങ്ങളൊക്കെ മറുപക്ഷം ഉപയോഗിക്കും. ഞങ്ങൾ അതിനൊന്നും അങ്ങനെ കാണുന്നില്ല. ജനങ്ങൾ അങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് പോകുന്ന ആളുകളൊന്നുമല്ല ഞങ്ങൾ. ജനങ്ങളെ സംബന്ധിച്ച് അറിയാം ഇപ്പോൾ എന്തിനാണ് ഒരു വിഷയം കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ എന്തിനാണ് ഒരു കള്ളം പ്രചരണം നടത്തുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ എന്തിനാണ് ഒരു വ്യാജ പ്രചരണം നടത്തുന്നത്. ഇപ്പോൾ നിങ്ങളുടെ ചാനലുകൾ കഴിഞ്ഞ ദിവസങ്ങളായി അത്തരം പ്രചരണങ്ങൾ വെച്ചൊക്കെ ചർച്ച ചെയ്യുന്നുണ്ടല്ലോ. ജനങ്ങൾക്ക് അത് ബോധ്യമുണ്ട്. ഏതെങ്കിലും ഘട്ടത്തിൽ ഏതെങ്കിലും വ്യാജ പ്രചരണമോ കള്ളപ്രചരണമോ അല്ലെങ്കിൽ ഒരു AI ടൂൾ ഉപയോഗിച്ചുള്ള ഏതെങ്കിലും കൃത്രിമമായ പ്രവർത്തനമൊക്കെ നടത്തിയാൽ അതുകൊണ്ട് വോട്ട് കിട്ടുമെന്ന് ഇടതുപക്ഷവും ഈ CPM ഒക്കെ ഇപ്പോഴും വിചാരിക്കുന്നുവെങ്കിൽ അത് മടയന്മാരുടെ ലോകത്താണ് അവരുള്ളത് എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. അത്തരമൊരു വിവാദം ഉണ്ടാകാനുള്ള കാര്യം അന്ന് ആ ഹരിത വിവാദം ഉണ്ടായപ്പോൾ അതൊന്ന് ക്ലാരിറ്റി വരുത്താൻ പാർട്ടിക്ക് വിട്ടുപോയെന്ന് തോന്നി? അങ്ങനെ ഒരു തോന്നലുമില്ല. അത് ഞങ്ങൾ ക്ലാരിറ്റി വരുത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് വിവിധ സമ്മേളനങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെ ക്ലാരിറ്റി കുറവ് ഇപ്പോൾ 3 കൊല്ലത്തിന് ശേഷം നിങ്ങൾക്ക് പോലും ഈ ചോദ്യം ഉയരുന്നത് മറ്റുള്ളവർക്ക് ക്ലാരിറ്റി കുറവുണ്ടോ എന്ന സംശയത്തിന് മുകളിലാണ്. ജനങ്ങൾക്കൊരു ക്ലാരിറ്റിയും ഇല്ല, ഞങ്ങൾക്കൊരു ക്ലാരിറ്റിയും ഇല്ല. ഞങ്ങൾ അതിനുശേഷം ഒരുപാട് തിരഞ്ഞെടുപ്പുകൾ നേരിട്ടു. കാലിക സർവകലാശാലയിൽ മറ്റ് കോളേജുകൾ യൂണിയനുകളിൽ എല്ലാ തിരഞ്ഞെടുപ്പും നേരിട്ടു. കാലം 4 വർഷം മാറി സഞ്ചരിച്ച് പോന്നിരിക്കുന്നു. കാലത്തിനനുസരിച്ച് ആ മാറ്റം എല്ലാവർക്കും ഉണ്ടായിരിക്കും. ഹരിത വിവാദത്തിൽപ്പെട്ട രണ്ടുപേരും ഇപ്പം മത്സര രംഗത്തുണ്ട്, കളത്തിലുണ്ട്. രണ്ടുപേർക്കെതിരെ ഒരുമിച്ചാണ് വിമർശനം വരുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. വിമർശിക്കുന്നവരുടെ ഉദ്ദേശം ഇകഴ്ത്തി കാണിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ അതിനെ ഉണ്ടായതിനേക്കാൾ ഭീകരമായ മറ്റെന്തോ ആണ് എന്ന് വരുത്തി തീർക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊന്നും ജനങ്ങൾ അങ്ങനെ വകവെച്ച് കൊടുക്കുന്ന ഒന്നല്ല. അത് പേരാമ്പ്രയിലും താന്നൂരിലും നിങ്ങൾ കാണാൻ കഴിയുന്ന ഒന്നാണ്. സെനറ്റിലേക്ക് മത്സരിച്ചിട്ടുണ്ട്, പക്ഷേ MSF നേതാവ് കോളേജ് യൂണിയനിൽ മത്സരിച്ചില്ല. ആദ്യത്തെ മത്സരമാണ് ശരിക്കും പറഞ്ഞാൽ. അതെ, തീർച്ചയായിട്ടും. സെനറ്റിലെ മത്സരം എന്ന് പറയാൻ തിരഞ്ഞെടുക്കപ്പെട്ട UGCമാരുടെ ഒരു വോട്ടെടുപ്പാണ്. അത് ഒരു സെക്കൻഡറി തിരഞ്ഞെടുപ്പാണെന്ന് വേണമെങ്കിൽ പറയാം. സ്വാഭാവികമായി ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്ന ഒരു തിരഞ്ഞെടുപ്പ് എന്ന രീതിയിൽ ആദ്യത്തെ തിരഞ്ഞെടുപ്പ് എക്സ്പീരിയൻസ് ആണ് താന്നൂരിലുള്ളത്. എല്ലാവിധ ആശംസകളും. ഓക്കെ.